ഇന്ന് സൂര്യോദയം മുതൽ ഗജകേസരി യോഗം വന്നെത്തുന്ന 11 നക്ഷത്രക്കാർ. ഈ 11 നക്ഷത്രജാതകർക്കും അവരുടെ കഷ്ടപ്പാടുകളൊക്കെ മാറി ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള യാത്ര എന്നുതന്നെ വേണമെങ്കിൽ പറയാം. ജീവിതത്തിൽ ഇതുവരെ ഉണ്ടാകാതിരുന്ന ഉയർച്ച ഉണ്ടാകാൻ പോകുന്നു. ധനപരമായി രക്ഷപ്പെടാൻ പോകുന്നു. വീടില്ലാത്തവർക്ക് വീട് ഉണ്ടാകാൻ പോകുന്നു. ജോലി ലഭിക്കാത്തവർക്ക് ഈ വർഷം തന്നെ ജോലി ലഭിച്ചിരിക്കും. എല്ലാം കൊണ്ടും ശുക്രദശ എന്നുതന്നെ പറയാവുന്ന യോഗദശയാണ് ഇവർക്കുണ്ടാകാൻ പോകുന്നത്. ഈ പറയുന്ന 11 നക്ഷത്രജാതകർ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അവരവരുടെ കുടുംബക്ഷേത്രത്തിൽ പോകുക എന്നുള്ളതാണ്. സർവ്വപരാധങ്ങളും പുറത്തു തരണമേ എന്നുള്ള പ്രാർത്ഥനയോടെ അവിടെ പ്രാർത്ഥിക്കുക, വഴിപാടുകൾ ചെയ്യുക. ശേഷം കൃഷ്ണക്ഷേത്രം, ശിവക്ഷേത്രം, ദേവീക്ഷേത്രം എന്നിവിടങ്ങളിലും ദർശനം നടത്തി പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. കുടുംബക്ഷേത്ര ദർശനം മാസത്തിൽ ഒരു തവണ നടത്തേണ്ടതാണ്. അങ്ങനെയായാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫലങ്ങളൊക്കെ യഥേഷ്ടം അനുഭവിക്കാനാവും. ഇനി ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അശ്വതി, ഭരണി, മകയിരം, തിരുവാതിര, പുണർതം, മകം, പൂരം, ചോതി, മൂലം, തിരുവോണം, രേവതി എന്നിവരാണ് ആ നക്ഷത്രജാതകർ. നിങ്ങൾ ഇതിൽപ്പെടുന്ന നക്ഷത്രക്കാരനാണെങ്കിൽ സ്വന്തം പേരും നക്ഷത്രവും കമന്റ് ബോക്സിൽ എഴുതി ഓം മഹാദേവായ നമഃ എന്ന് 3 വട്ടം എഴുതുക.